ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രക്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം പി സി ജോർജ്. എന്താണ് പി സി ജോർജ്? ആരാണ് പി സി ജോർജ്? എന്തെല്ലാം ആയിരുന്നു പി സി ജോർജ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പി സി ജോർജ് അതൊരു ഒന്നൊന്നര പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ കഥ ഒരു ഭയങ്കര കഥയാണ്. കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മാണി, ജനപക്ഷം സെക്കുലർ, ഇപ്പോൾ ഇതാ BJP-യിലേക്ക്. അതെ, കോൺഗ്രസിൽ നിന്നു കേരള കോൺഗ്രസിൽ എത്തുന്നു, ജോസഫിന്റെയും മാണിയുടെയും കൂടെ പോകുന്നു, ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, ജനപക്ഷം സെക്കുലർ ഉണ്ടാക്കുന്നു. അതിനുശേഷം സ്വതന്ത്രനായിട്ട് STPയുടെ പിന്തുണയോടെ മത്സരിക്കുന്നു. അത് കഴിഞ്ഞ് മുസ്ലിം വേദികളിൽ വരുന്നു, BJP-ക്കെതിരെ തോരാതെ സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരവസരം കിട്ടിയപ്പോൾ, അഭിമന്യു വിഷയം വന്നപ്പോൾ സുവർണാവസരം എന്ന് കണ്ട് BJP പാളയത്തിലേക്ക് പോകുന്നു, സംഘപരിവാറിനെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പൂഞ്ഞാറിൽ അവസാനം മത്സരിച്ച് പരാജയപ്പെടുന്നു. ആ സമയം BJP പിന്തുണയുമില്ല, വേറെ ആരുടെ പിന്തുണയുമില്ല. പി സി ജോർജ് അമ്പെ പരാജയപ്പെടുന്നു. ഒടുവിൽ വീണ്ടും BJP-യിലേക്ക് പോവുകയാണ്. ഇത്തവണ ഘടക കക്ഷിയായിട്ടൊന്നും അല്ല പോന്നെ, ജനപക്ഷം സെക്കുലർ പിരിച്ചുവിട്ട് BJP മെമ്പർഷിപ്പ് എടുത്ത് BJP-കാരനായിട്ട് BJP-യിലേക്ക് ചെല്ലുകയാണ്. എന്തിനാണെന്നല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി നേടാൻ. അതെ, പത്തനംതിട്ടയിൽ നിന്ന് താമര ചിഹ്നത്തിൽ പി സി ജോർജ് മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണമാണ്. കഴിഞ്ഞ വട്ടം 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ പിടിച്ച സുരേന്ദ്രന്റെ അതേ BJP വോട്ടുകൾ സ്ഥിരമായി കിട്ടുകയും ഒപ്പം തനിക്ക് സ്വാധീനമുള്ള മേഖലയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിച്ച് ഒരു ത്രികോണ മത്സരത്തിലൂടെ വിജയിച്ച് പാർലമെന്റിന്റെ പടിക്കെട്ടുകളിൽ ചുംബിക്കാൻ പി സി ജോർജ് ലക്ഷ്യമിടുമ്പോൾ അത് അത്ര എളുപ്പമല്ല. നമുക്ക് ഒടിയന്റെ കഥ അറിയാം. മാനായും മയിലായും പോത്തായും ആനയായും എരുമയായും എല്ലാം ഞൊടിയിടയിൽ മായാനും പറക്കാനും കഴിവുള്ള ഒടിയൻ, ആ ഒടിയനെയും ഓന്തിനെയും പോലും നാണിപ്പിച്ചുകൊണ്ടാണ് പി സി ജോർജ് പാർട്ടികളിൽ നിന്ന് പാർട്ടികളിലേക്ക്, മുന്നണികളിൽ നിന്ന് മുന്നണികളിലേക്ക് പറക്കുന്നത്. ഒടുവിൽ എങ്ങും അഭയമില്ലാതെ കോൺഗ്രസിന്റെ പടിവാടിൽ മുട്ടി ഉമ്മൻചാണ്ടിയെ എതിർത്തു എന്ന കാരണത്താൽ, ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപങ്ങളുടെ കൂരം പറഞ്ഞു എന്ന കാരണത്താൽ പി സി ജോർജിനെ UDF തട്ടിത്തെറിപ്പിച്ചു. AKG സെന്ററിന്റെ പടിവാതിൽ പലവട്ടം മുട്ടിയിട്ടും ആരും തുറന്നു കൊടുത്തില്ല. ഒടുവിൽ ആരെയും സ്വീകരിക്കുന്ന, ആരെയും ഉപാധ്യക്ഷനാക്കുന്ന BJP-യിലേക്ക് പി സി ജോർജിന്റെ ഒരു എൻട്രിയാണ്. പി സി ജോർജിന് കേരളത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ചീഫ് വിപ്പായും മന്ത്രിസ്ഥാനമായും MLA ആയും എല്ലാം പി സി ജോർജിന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത് വിശ്രമ ജീവിതം മാത്രമാണ്. തീർച്ചയായും പത്തനംതിട്ടയിലെ അമ്പെ പരാജയപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നുമല്ലാതെ മടങ്ങാൻ തന്നെയായിരിക്കും പി സി ജോർജിന്റെ വിധിയെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം പത്തനംതിട്ട അത് വല്ലാത്തൊരു നാടാണ്. അവിടെ ഇടതുപക്ഷമാണ് അത് പത്തനംതിട്ട മണ്ഡലത്തിലെ പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത്. പക്ഷേ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ അതൊരു കോൺഗ്രസ് മണ്ഡലമായി മാറിപ്പോകുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഇപ്പൊ ആന്റണിയെ ഓൾമോസ്റ്റ് ഭൂരിപക്ഷ ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും കൈപ്പത്തിയിലേക്ക് കുത്തുന്ന ഒരു സ്വഭാവം പത്തനംതിട്ട ജില്ലക്കാർക്ക് വളരെ കൂടുതലായിട്ടുണ്ട്. താമരയിൽ കുത്താതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈ വട്ടം കോൺഗ്രസിൽ നിന്ന് പോയ ഒരാളെ CPM സ്ഥാനാർത്ഥിയായി ഒരു മത്സരത്തിൽ നിർത്തുമ്പോൾ കോൺഗ്രസിൽ ഒരു പുതുമുഖത്തെ നിർത്തിയായിരിക്കും പരീക്ഷണം. അവിടേക്ക് പി സി ജോർജ് വരുമ്പോൾ മത്സരം കടുക്കും. പത്തനംതിട്ടക്കാർക്ക് ഒരു അടിപൊളി മത്സരം കാണാം എന്നതിന്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിക്കാനില്ല. കോൺഗ്രസ് തന്നെയായിരിക്കും മിക്കവാറും അവിടെ ജയിക്കാൻ സാധ്യത. CPM രണ്ടാമതും, പി സി ജോർജ് 3-ാം സ്ഥാനത്തേക്ക് തഴയപ്പെടും. അങ്ങനെ പി സി ജോർജ് BJP-യിലേക്ക് എത്തുമ്പോൾ BJP-ക്കും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പി സി ജോർജിനെ കാസ പോലുള്ള തീവ്ര സംഘടനകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. മറ്റാരും
PC ജോർജിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് സത്യം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ അത്രത്തോളം വേട്ടയാടാൻ കുപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും പടച്ചുവിട്ട ആളാണ് PC ജോർജ് എന്ന് ജനങ്ങൾക്കറിയാം. അത് PC ജോർജിന് തിരിച്ചടിയാവുക തന്നെ ചെയ്യും.